ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു. അടുത്ത മാസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലാണ് റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമായി. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനും ജയശ്രീയോട് കോടതി നിർദ്ദേശിച്ചു. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ തീരുമാനം. അതേസമയം ശബരിമല ദ്വാരപാലക കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം CPIM നേതാവും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണമെന്ന് BJP നേതാവ് വി മുരളീധരൻ പറഞ്ഞു. SIT കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു, പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു, വാസവനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. 24 ഡൽഹി, കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.